ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 2025 ലോഗോസ് ക്യൂസിനായുള്ള പാഠഭാഗങ്ങളിൽ പ്രഭാഷകൻ്റെ പുസ്തകം 42-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളടങ്ങിയ വീഡിയോയാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുമല്ലോ. ഒന്നാമത്തെ ചോദ്യം: അത്യുന്നതൻ്റെ നിയമം, അവിടുത്തെ ഉടമ്പടി തുടങ്ങിയ കാര്യങ്ങളിൽ നീ ലജ്ജിക്കുകയും മറ്റുള്ളവരെ ഭയന്ന് എന്ത് ചെയ്യുകയോ അരുത് എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്. ഉത്തരം: പാപം. ആരെ കുറ്റം വിധിക്കുന്നതിൽ നീ ലജ്ജിക്കേണ്ട എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്. ഉത്തരം: അപരാധനെ. കൂടുതലോ കുറവോ വരാതെ അളവിലും തൂക്കത്തിലും ഡാഷ് കാണിക്കുന്നതിൽ ലജ്ജിക്കേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം: സൂക്ഷ്മത. ദുഷ്ടനായ ദാസന് കൊടുക്കേണ്ടത് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം: തക്ക ശിക്ഷ. ആർക്കാണ് നല്ല ശിക്ഷണം നൽകുക എന്ന് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: കുട്ടികൾക്ക്. ലജ്ജിക്കാതെ ആരുമായെല്ലാം കണക്ക് തീർക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം: പങ്കാളിയും സഹയാത്രികനുമായി. ആരുടെ പിതൃസ്വത്ത് വിഭജിക്കുന്നതിൽ ലജ്ജിക്കേണ്ടെന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്. ഉത്തരം: സ്നേഹിതരുടെ. അവിശ്വസ്തയായ ഭാര്യയെ എന്തു ചെയ്യുന്നത് നന്ന് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം: നിലയ്ക്കു നിർത്തുന്നത്. അനേകർ ഉള്ളിടത്ത് സാധനങ്ങൾ എങ്ങനെ സൂക്ഷിക്കുന്നത് നന്ന് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം: പൂട്ടി സൂക്ഷിക്കുന്നത്. എല്ലാ ഇടപാടുകളിലും ഡാഷ്, ക്രയവിക്രയങ്ങളിൽ ഡാഷ്. ഉത്തരം: എല്ലാ ഇടപാടുകളിലും കണക്ക് വയ്ക്കണം, ക്രയവിക്രയങ്ങളിൽ രേഖ സൂക്ഷിക്കണം. അജ്ഞനെയോ വിഡ്ഢിയെയോ ചെറുപ്പക്കാരുമായി ശണ്ട കൂടുന്ന വൃദ്ധനെയോ എന്തു ചെയ്യുന്നതിൽ ലജ്ജിക്കേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം: ഉപദേശിക്കുന്നതിൽ. ആരാണ് സ്വയം അറിയാതെ തന്നെ പിതാവിനെ ജാഗരൂകതയുള്ളവനാക്കുന്നത്? ഉത്തരം: മകൾ. മകളെക്കുറിച്ചുള്ള വിചാരം പിതാവിൻ്റെ ഡാഷ് അപഹരിച്ചു കളയുന്നു. ഉത്തരം: നിദ്ര. മകളുടെ യൗവനത്തിലും മകളുടെ വിവാഹത്തിന് ശേഷവും മകളെക്കുറിച്ച് പിതാവിനുള്ള ആകുലത എന്ത്? ഉത്തരം: യൗവനത്തിൽ വിവാഹിതയാകുമോ എന്നും വിവാഹത്തിന് ശേഷം ഭർത്താവിന് അഹിതയാകുമോ എന്നും. കന്യകയായിരിക്കുമ്പോൾ മകൾ എങ്ങനെയാകുമോ എന്നും പിതൃഭവനത്തിൽ വെച്ച് മകൾ എങ്ങനെയാകുമോ എന്നും ആണ് പിതാവ് ഭയപ്പെടുന്നത്. കന്യകയായിരിക്കുമ്പോൾ കളങ്കിതയും പിതൃഭവനത്തിൽ വെച്ച് ഗർഭിണിയും. ഭർത്തൃമതിയായ മകൾ എപ്രകാരമെല്ലാം ആകുമോ എന്നാണ് പിതാവ് ശങ്കിക്കുന്നത്. ഉത്തരം: അവിശ്വസ്തയോ വന്ധ്യയോ. എപ്രകാരമുള്ള പുത്രിയെയാണ് കർശനമായി സൂക്ഷിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: ദുശാഠ്യകാരിയായ. ആരാണ് പിതാവിനെ ശത്രുക്കളുടെ പരിഹാസപാത്രവും നഗരത്തിൽ സംസാര വിഷയവും ജനമധ്യേ അപമാനിതനും ആക്കുന്നത്? ഉത്തരം: ദുശാഠ്യകാരിയായ പുത്രി. ദുശാഠ്യകാരിയായ പുത്രിയെ പ്രതി പിതാവിന് സമൂഹത്തിൻ്റെ മുൻപിൽ എന്തു ചെയ്യേണ്ടി വരും? ഉത്തരം: ലജ്ജിക്കേണ്ടി വരും. സ്ത്രീയിൽ നിന്നുള്ള ദുഷ്ടതയെ എന്തിനോടാണ് പ്രഭാഷകൻ താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം: വസ്ത്രത്തിൽ നിന്നും കീടങ്ങൾ എന്ന പോലെ. പുരുഷൻ്റെ ദുഷ്ടത സ്ത്രീയുടെ എന്തിനേക്കാൾ ഭേദമാണെന്നാണ് പ്രഭാഷകൻ പറഞ്ഞത്. ഉത്തരം: സ്ത്രീയുടെ നന്മയേക്കാൾ. അപമാനവും ലജ്ജയും വരുത്തുന്നത് ആരാണെന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: സ്ത്രീ. പ്രഭാഷകൻ എന്ത് അനുസ്മരിക്കുകയും കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: കർത്താവിൻ്റെ പ്രവൃത്തികളെ. കർത്താവിൻ്റെ പ്രവൃത്തികൾ എന്തുവഴിയാണ് നിർവഹിക്കപ്പെടുന്നത്? ഉത്തരം: വചനം വഴി. സൂര്യൻ തൻ്റെ കിരണങ്ങൾ കൊണ്ട് എവിടെയെല്ലാം കടാക്ഷിക്കുന്നു? ഉത്തരം: എല്ലാ വസ്തുക്കളെയും. എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നത് എന്ത്? ഉത്തരം: കർത്താവിൻ്റെ മഹത്വം. കർത്താവിൻ്റെ വിശുദ്ധർക്ക് പോലും അവർണ്ണനീയമാണെന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഉത്തരം: കർത്താവിൻ്റെ വിസ്മയനീയമായ പ്രവൃത്തികൾ. കർത്താവ് എന്തെല്ലാം പരിശോധിച്ചാണ് അവയുടെ നിഗൂഢതകൾ ഗ്രഹിക്കുന്നത്? ഉത്തരം: ആഴിയുടെ അഗാധത്തെയും മനുഷ്യഹൃദയങ്ങളെയും. എന്തിൻ്റെ സൂചനകളാണ് കർത്താവ് നിരീക്ഷിക്കുന്നത്? ഉത്തരം: കാലത്തിൻ്റെ സൂചനകൾ. കർത്താവ് എന്തെല്ലാമാണ് പ്രഖ്യാപിക്കുന്നത്? ഉത്തരം: ഭൂതവും ഭാവിയും. എന്തെല്ലാം കർത്താവ് വെളിപ്പെടുത്തുന്നു? ഉത്തരം: നിഗൂഢ രഹസ്യങ്ങൾ. ഡാഷ് അവിടത്തേക്ക് അജ്ഞാതമല്ല. ഡാഷ് കർത്താവിന് മറഞ്ഞിരിക്കുന്നില്ല. ഉത്തരം: ഒരു ചിന്തയും അവിടത്തേക്ക് അജ്ഞാതമല്ല, ഒരു വാക്കും കർത്താവിന് മറഞ്ഞിരിക്കുന്നില്ല.
കർത്താവ് ക്രമീകരിച്ചിരിക്കുന്നത് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അവിടുത്തെ ജ്ഞാനത്തിൻ്റെ മഹിമകൾ. കർത്താവ് എവിടെ മുതൽ എവിടെ വരെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം അനാദി മുതൽ അനന്തത വരെ. ഉപദേശകരെ ആവശ്യമില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ആർക്കാണ്? ഉത്തരം കർത്താവിന്. എത്ര അഭികാമ്യമെന്നും കാഴ്ചയ്ക്ക് എത്ര ദീപ്തമാണെന്നും പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ എന്തിനെക്കുറിച്ചാണ്? ഉത്തരം പ്രവൃത്തികളെക്കുറിച്ച്. എല്ലാ വസ്തുക്കളും ഡാഷായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഉത്തരം ജോഡികളായി, ദ്വന്ദ്വങ്ങളായി.